بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു ചരിത്രം വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുക. സൈഫുദ്ദീൻ ബൽവാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ചരിത്രം. ഒരു ദിവസം അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ മരുഭൂമിയിലൂടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ശ്മശാനത്തിൽ, ഒരു ഖബർസ്ഥാനിൽ ബഹുമാനപ്പെട്ട ഇബ്നു ദഖീഖിൽ ഐദി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. നോക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് കണ്ണീരൊലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹം ആ സമയത്ത് എന്നോട് പറഞ്ഞു തരികയാണ്, ഈ ഖബറിൽ കിടക്കുന്നത് എൻ്റെ ഒരു സമകാലികനും എൻ്റെ ഒരു ഗുരുവര്യൻ, എൻ്റെ ഉസ്താദുമാണ്. അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു പോയി. ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിലൂടെ ദർശിച്ചു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥകളൊക്കെ അന്വേഷിച്ച സമയത്ത് എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അദ്ദേഹം പറഞ്ഞത്, ഖബറിൽ കിടക്കുന്ന ആ ഗുരുവര്യർ പറഞ്ഞത്, എന്നെ ഖബറിലേക്ക് വെച്ചപ്പോൾ ഒരു ഭീകരനായ നായ ഒരു വലിയ ഭീകര രൂപത്തിൽ എൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് എന്നെ ഭീതിപ്പെടുത്താൻ തുടങ്ങി. ഞാൻ അതുകൊണ്ട് ആകെ പേടിയിലും ഭയത്തിലുമായി. ആ സമയത്താണ് പെട്ടെന്ന് നല്ലൊരു സുമുഖനായ, നല്ല മൃദുല സ്വഭാവമുള്ള ഒരാൾ എൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം വരികയും ആ ഭീകര മൃഗത്തെ എന്നിൽ നിന്ന് ആട്ടി ഓടിക്കുകയും എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ആ വന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെ എത്തിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എല്ലാ വെള്ളിയാഴ്ച ദിവസവും സൂറത്ത് അൽ കഹ്ഫ് ഓതാറുണ്ടായിരുന്നില്ലേ? അതാണ് ഞാൻ. ആ സൂറത്തുൽ കഹ്ഫ് ഓതിയതിൻ്റെ പ്രതിഫലം, അതിൻ്റെ ഫലമാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുകയും എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തത് ആ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഓതിയതിൻ്റെ കാരണം കൊണ്ടാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ആ ദിവസത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. സലഫു സാലിഹ്യങ്ങൾ പറഞ്ഞത്, വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി തലേന്ന് തന്നെ, വ്യാഴാഴ്ച തന്നെ ഒരുങ്ങുന്ന ആൾക്ക് വെള്ളിയാഴ്ചയുടെ എല്ലാ പ്രതിഫലങ്ങളും ലഭിക്കും. അതേസമയത്ത് ചിലരുണ്ട്, വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ അന്ന് പകൽ ചോദിക്കും, ഇന്ന് ഏതാ ദിവസം? അങ്ങനെയുള്ളവർക്ക് വെള്ളിയാഴ്ചയുടെ യാതൊരു പ്രതിഫലവും ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ സൂറത്തുൽ കഹ്ഫ്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം. വെള്ളിയാഴ്ച ദിവസത്തിൽ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നമുക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ കഴിയണം. ദലാഇലുൽ ഖൈറാത്ത് പോലുള്ള കിതാബുകൾ നിരന്തരം നമ്മൾ ഓതിക്കൊണ്ടിരുന്നാൽ അതിലൂടെ നമുക്ക് വലിയ മഹത്വങ്ങൾ ഭൗതികമായിട്ടും ആഖിറത്തിലും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ മഹത്തായ ദിവസങ്ങൾ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച നമുക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളതിന് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. കാരണം മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്നത്, ഇന്ന ലില്ലാഹി അസ്സ വജല്ല ഫദ്ലൻ, അള്ളാഹുവിനിക്ക് ഒരുപാട് ഔദാര്യങ്ങളുണ്ട്. സിവ അർസാഖുൽ ഇബാദ്, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് റിസ്ഖ് നൽകുന്നതിന് പുറമെ പ്രത്യേകം അള്ളാഹു ഔദാര്യങ്ങൾ നൽകുന്നുണ്ട്. ലാ യുഅതി മിൻ ദാലിക അൽ ഫദ്ലി ഇല്ലാ മൻ സഅലഹു അശിയത്തുൽ ഖമീസ് വ യൗമൽ ജുമുഅ. അതായത് ആ ഫദ്ല്, ആ ഔദാര്യങ്ങൾ നൽകപ്പെടുന്നത് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞതിന് ശേഷം ദുആ ചെയ്യുന്നവർക്ക്, അതുപോലെ വെള്ളിയാഴ്ചയും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ് ആ മഹത്വങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ എന്ന് മഹാന്മാർ പറഞ്ഞത് നമുക്ക് കാണാം. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിരന്തരം നമ്മൾ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന പ്രത്യേകം ഒരു സമയം ഉണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും നിസ്കാരത്തിലും സുജൂദിലും, അതുപോലെ വെള്ളിയാഴ്ച ദിവസം അതിൻ്റെ രാവും പകലും ഒക്കെ ദുആയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ, ദുനിയാവിൽ ആവശ്യമായ കാര്യങ്ങൾ, ആഖിറത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ പ്രത്യേകം നമ്മളൊന്ന് ഒരുങ്ങണം, പ്രത്യേകം വൃത്തിയാവലും ശുദ്ധിയാവലും
അതുപോലെ എല്ലാ നിലക്കുള്ള വെള്ളിയാഴ്ചക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരുങ്ങുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വലിയ വിജയം നേടാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.